ഇന്നത്തെ ഡ്രോയിങ് സീരീസിൽ നമ്മളൊരു സെൻറ്റാങ്കിൾ ആർട്ടാണ് വരയ്ക്കാൻ പോകുന്നത്. ഇത് ഞാൻ കുറേ വീഡിയോയിലൊക്കെ മുമ്പ് കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ ഇത് വരയ്ക്കാനായിട്ട് ട്രൈ ചെയ്തിട്ടില്ല. അന്നൊക്കെ കാണുമ്പോൾ ഇത് വരയ്ക്കണമെന്ന് വിചാരിച്ച് വെച്ചിരുന്ന ഒരു ആർട്ടാണിത്. പക്ഷേ ഇന്നെന്തോ ഇത് വരയ്ക്കാനെടുത്തപ്പോൾ ഇന്ന് ഇതാകട്ടെ എന്നും പറഞ്ഞ് വരയ്ക്കായിരുന്നതാണ്. ഇത് പ്രത്യേകിച്ചൊന്നുമില്ല, എളുപ്പം വരയ്ക്കാൻ പറ്റും. നമ്മൾ വരയ്ക്കുന്ന പേപ്പറിൽ ഹൊറിസോണ്ടലായിട്ടും വേർട്ടിക്കലായിട്ടും കുറച്ച് ലൈൻസ് വരയ്ക്കുക. അതിൻ്റെ നിങ്ങളുടെ ആ ഒരു പേപ്പറത്തേക്ക് സൈസ് അനുസരിച്ച് 4, 5, 3, 4 ഒക്കെ ലൈൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരയ്ക്കുക, ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും. എന്നിട്ട് അതുപോലെ തന്നെ ഈ ലൈൻസ് സ്ട്രെയിറ്റ് ലൈൻസ് അല്ല, കൗഡ് ആയിട്ടുള്ള ലൈൻസ്. ഇത് കംപ്ലീറ്റ്ലി കൗഡ് അല്ല, ഒരു വളഞ്ഞ് പുളഞ്ഞ് അൺഈവൻ ആയിട്ടുള്ള ലൈൻസ് വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ കോർണേഴ്സ് എല്ലാം, അതായത് ഇപ്പോൾ നമുക്കൊരു പോളിഗൺ ഷേപ്പ് പോലെ പല പോളിഗൺസ് കിട്ടും, അതിൻ്റെ ആ ഒരു സൈഡെല്ലാം നന്നായിട്ട് ഡാർക്കൻ ചെയ്ത് എടുക്കുക. ഞാനിവിടെ ഇത് വരയ്ക്കാനൊക്കെ യൂസ് ചെയ്തത് ബ്ലാക്ക് ജെൽ പേനയാണ് യൂസ് ചെയ്തത്. അതല്ല നിങ്ങളുടെ കയ്യിൽ സ്കെച്ചോ ബ്രഷ് പെന്നോ എന്താച്ചാൽ ഉള്ളത് വെച്ച് നിങ്ങൾക്ക് വരയ്ക്കാം. ഇനി ബ്ലാക്ക് തന്നെ വേണമെന്നില്ല, അല്ലാതെ നിങ്ങൾക്ക് വേറെ വല്ല കളേഴ്സ് യൂസ് ചെയ്യാമെങ്കിൽ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ആ ഒരു സൈഡ് മുഴുവനും നല്ലതായിട്ട് ഡാർക്കൻ ചെയ്ത് കൊടുക്കുക. പിന്നെ ആ പോളിഗൺസിലെ കോർണേഴ്സൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് ഒരു കൗഡായിട്ട് വരയ്ക്കുന്നതായിരിക്കും നല്ലത്. കുറച്ച് ഷാർപ്പായിട്ട് വരയ്ക്കുന്നതിനേക്കാളും കൗഡായിട്ട് വരയ്ക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ നമ്മളിത് നന്നായിട്ട് ഡാർക്കൻ ചെയ്തതിന് ശേഷം നമുക്കിതിനൊരു 3D എഫക്റ്റ് ഒക്കെ കൊടുക്കാനായിട്ട്, ഒരു ഇല്യൂഷൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു 3D എഫക്റ്റ് ഒക്കെ കൊടുക്കാനായിട്ട് നമുക്ക് ഷെയ്ഡ് ചെയ്യണം. അപ്പോൾ അതിന് നിങ്ങളുടെ കയ്യിലുള്ള പെൻസിൽ ഏതാണോ ആ പെൻസിൽ യൂസ് ചെയ്തിട്ട് ഈ ഓരോ പോളിഗണിൻ്റെയും അതിൻ്റെ സൈഡിൽ, അതായത് 2 സൈഡിൽ ആയിട്ട് നന്നായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കണം. അതായത് ഇതിനകത്ത് കാണിച്ചിട്ടില്ലേ, അതായത് ആ ഒരു ആദ്യത്തെ പോളിഗണിൻ്റെ താഴെയും അതിൻ്റെ ഒരു സൈഡിലുമായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നു. സൈഡിൽ ഷെയ്ഡ് കുറച്ചും കൂടെ ആ മേളത്തെ ഭാഗത്തോട്ടും കൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുന്നുണ്ട്. അങ്ങനെ അത് ഫുള്ള് ഷെയ്ഡ് ചെയ്യുക. ഇത് ഞാൻ വരയ്ക്കാനിരുന്നപ്പോൾ ഞാൻ എന്തൊക്കെയോ ആലോചിച്ച് കുറച്ച് സ്ട്രെസ്ഡ് ആയിട്ടാണ് ഇരുന്നത്. പക്ഷേ ഇത് വരച്ചപ്പോൾ കുറച്ച് ആശ്വാസം കിട്ടുന്നൊക്കെ പോലെ ഒരു നല്ലൊരു സ്ട്രെസ് റിലീഫാണെന്ന് പറയാം. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, നമ്മൾ ആ ഷെയ്ഡ് കൊടുത്തു അല്ലേ, നമ്മൾ ആ പെൻസിൽ ഷെയ്ഡൊക്കെ കൊടുത്തിട്ട് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ കൊടുത്ത പെൻസിൽ ഷെയ്ഡ് എന്ത് ചെയ്യുക, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. നിങ്ങൾ ബ്ലെൻഡ് ചെയ്യുന്നത് എന്താണോ, ബഡ്സ് ആയിരിക്കാം, ചിലപ്പം ടിഷ്യൂ പേപ്പർ ആയിരിക്കാം, അല്ലെങ്കിൽ സ്റ്റെം ആയിരിക്കാം. അപ്പോൾ ആ ബ്ലെൻഡ് ചെയ്യുന്ന എന്ത് സംഭവമാണോ അത് വെച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. അത് ഫുള്ള് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കൊരു ചെറിയൊരു 3D എഫക്റ്റ് പോലൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ഡൂഡിൽ ആർട്ട് ഏകദേശം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് വരയ്ക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഇത് വലിയ ആനക്കാര്യമൊന്നുമല്ല, വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും വരയ്ക്കാൻ പറ്റുന്നതാണ്. അപ്പം അതുപോലെ തന്നെ ഇതൊരു സ്ട്രെസ് റിലീഫുമാണ്. അപ്പോൾ നിങ്ങൾക്കും ടൈമൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് വരയ്ക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.